ബ്രെഡും മുട്ടയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അല്ലേ. അത് രണ്ടും വെച്ചിട്ട് എളുപ്പത്തിൽ 5 മിനിറ്റിനുള്ളിൽ ഒരു പലഹാരം ഉണ്ടാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൗൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, വലുതാണെന്നുണ്ടെങ്കിൽ 1/4 പകുതി മതി. അപ്പോൾ ആ ഒരു സവാളയും കൂടെ ഇതിലേക്ക് മുറിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മല്ലിയില ഉണ്ടല്ലോ, വയനാടൻ മല്ലി, നിങ്ങളുടെ അവിടേക്ക് എന്താ അതിന് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മല്ലിയിലയാണ് ഞാൻ ചേർക്കുന്നത്. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. 5 സ്ലൈസ് നമ്മുടെ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചാട്ടോ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കിയാൽ മതി, ചെക്ക് ചെയ്താൽ മതി, അതിലേക്ക് കറക്റ്റ് ആവുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 എടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്, ഈ ഒരു തിക്നെസ്സിൽ ഈ രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുക, ഏതിലാണോ നമ്മളിത് ഒരു പോള രീതിയിൽ ചെയ്തെടുക്കുന്ന ആ രീതിയിൽ ഒരു പാൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. എല്ലാ ഭാഗവും ഒരേ രീതിയിലൊന്ന് ആക്കിയെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ തന്നെ അടിഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് മറിച്ചിട്ടിട്ടാട്ടോ പിന്നെ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം സൈഡൊക്കെ ഇങ്ങനെ വിട്ടു പോരുന്ന ഒരു പരുവുണ്ടല്ലോ, അതാവുമ്പോൾ നമുക്ക് വേറൊരു പാനിൽ കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക. അതിലേക്ക് ഇതങ്ങ് കമിഴ്ത്തി കൊടുക്കുക. ആ ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്, ചൂടോടുകൂടെ കഴിക്കണം കേട്ടോ. മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണ് കേട്ടോ. ബ്രെഡും മുട്ടയും കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമ്മളിത് റെഡിയാക്കി എടുത്തത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് റെഡിയാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഞാനിതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഒരുപാട് പീസസ് കിട്ടും, ഒരുപാട് പേർക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പം സ്വീറ്റായിട്ട് ഉള്ള പലഹാരങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഫോളോ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.